വെൽക്കം ടു യൂണിറ്റായി 2024 സീസൺ 2. കഴിഞ്ഞ വർഷം സെന്റ് തോമസ് യുവജന സത്യാഗ്രഹങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് യൂണിറ്റായി. ഇതിൽ നമ്മൾ 25 ദിവസങ്ങൾ 25 വേദഭാഗങ്ങളെടുത്ത് ഓരോ ദിവസവും ഓരോ സത്യാഗ്രഹങ്ങൾ ഓരോ പ്രസംഗങ്ങളാണ് ചെയ്യാറ്. നമ്മൾ ക്രിസ്മസ് കാലയളവിൽ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ ഓരോ സത്യാഗ്രഹങ്ങൾക്കും എങ്ങനെയാണ് ഒരു വേദഭാഗം അവരെ സ്പർശിച്ചതെന്ന് അവരുടേതായ ഒരു ആംഗിൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങളാണ്. Proverbs chapter 3 verses 5 and 6. Trust in the Lord with all your heart. Never rely on what you think you know. Remember the Lord in everything you do, and He will show you the right way. ആദ്യത്തെ വാക്യം, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. അതിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറുണ്ട് ദൈവത്തിൽ, പക്ഷെ നമ്മൾ പലപ്പോഴും അല്പവിശ്വാസികളായി പോകാറുണ്ട്. നമ്മുടെ വിശ്വാസം ദൈവത്തിലുള്ളത് വളരെ ദൃഢമായുള്ളതായിരിക്കണം എന്നാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാൻ നമ്മൾ പ്രാപ്തരാവണം എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വേദഭാഗത്തുള്ളത്. നെവർ റിലൈ ഓൺ വാട്ട് യു തിങ്ക് യു നോ. നമ്മൾ പലപ്പോഴും നമുക്കെല്ലാം അറിയാം എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. പക്ഷെ ദൈവമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സങ്കടകരവും പ്രശ്നങ്ങളെല്ലാം നിറഞ്ഞായിരിക്കും. എന്നാൽ ഈ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെങ്കിലും ഈ പ്രശ്നത്തെ നമുക്ക് തരണം ചെയ്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വചനം എന്തുകൊണ്ടും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു വേദഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഒരിക്കലും നമുക്ക് എന്തറിയാം എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. നെവർ റിലൈ ഓൺ വാട്ട് യു തിങ്ക് യു നോ. നമ്മൾ പലപ്പോഴും വിചാരിക്കും എനിക്ക് എല്ലാം അറിയാം, എൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഒരിക്കലും തെറ്റില്ല എന്നൊരു ധാരണയിലാണ് നമ്മൾ പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. നമ്മളെപ്പോഴും ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ നമ്മൾ തെറ്റിപ്പോയില്ല എന്നൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും വിചാരിക്കും ആ പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും എന്നൊരു ധാരണയും നമ്മൾ എടുക്കും. പക്ഷെ നമ്മൾ ബൈബിളിൽ ഓരോ വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതോറും ജീവിതത്തിൽ ഇപ്പം പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഡിസിഷൻ മേക്കിംഗ് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ അറിവ്, നമ്മുടെ ചിന്ത, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ നെവർ റിലൈ ഓൺ വാട്ട് യു തിങ്ക് യു നോ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് വാട്ട് വി തിങ്ക്, ദർ ഇസ് എ ലിമിറ്റേഷൻ ഫോർ ഇറ്റ്. 6-ാമത്തെ വാക്യത്തിൽ റിമെമ്പർ ദ ലോർഡ് ഇൻ എവറിത്തിങ് യു ഡു. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്കൊരു ആവശ്യം, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം എന്നുള്ളപ്പോഴായിരിക്കും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും, എവറിത്തിങ് യു ഡു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമുക്ക് ദൈവത്തെ ഓർത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇപ്പോൾ ഒരു സന്തോഷകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നാൽ നമുക്ക് അതിനെ സന്തോഷിക്കുന്ന, നമ്മൾ ദൈവത്തോട് ചേർന്ന് നമുക്ക് സന്തോഷിക്കാൻ കഴിയാം. ഇൻ എവറിത്തിങ് വി ഡു വി ഷുഡ് റിമെമ്പർ ദ ലോർഡ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, നമ്മൾ 3 ചിന്തകളാണ് ഇതിലൂടെ ചിന്തിക്കുന്നത്. ഒന്ന്, നമ്മൾ ദൈവത്തിൽ പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടു കൂടി വേണം നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ. രണ്ടാമതായിട്ട് പറഞ്ഞു, നെവർ റിലൈ ഓൺ വാട്ട് യു തിങ്ക് യു നോ. നമ്മുടെ ചിന്തയിൽ ലിമിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തയിൽ മാത്രം ഒതുങ്ങി ഡിസിഷൻ എടുക്കാതെ നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കണം. അതിന് പൂർണ്ണമായി നമ്മൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞത്, റിമെമ്പർ ദ ലോർഡ് ഇൻ എവറിത്തിങ് യു ഡു. അതായത് എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ദൈവത്തെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ കുറവുകൾ, തെറ്റുകൾ, സന്തോഷം, ദുഃഖം, എന്തൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ദൈവത്തിൽ ഓർത്തുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു റിസൾട്ട് എന്ന് വെച്ചാൽ ഹി വിൽ ഷോ യു ദ റൈറ്റ് വേ. നമുക്ക് പലപ്പോഴും പല പല ചോയ്സസ് ഉണ്ട്, ശരി തെറ്റ് എന്നുള്ള 2 ചോയ്സസിനപ്പുറമായിട്ട് നമുക്ക് എപ്പോഴും എന്തൊരു കാര്യത്തിനും പല പല ആംഗിൾസ് കാണും നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് ശരിയായ തീരുമാനം എന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ അൾട്ടിമേറ്റ്ലി എന്താണ്, നമ്മുടെ കറക്റ്റായ വേ നമ്മൾ തീരുമാനിക്കുന്നത് ദൈവത്തിലൂടെ ആയിരിക്കണം. ദൈവത്തിൽ നമ്മൾ റിലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റ് വേ കിട്ടും. സോ 3 കാര്യങ്ങൾ, ട്രസ്റ്റ് ആൻഡ് റിമെമ്പറിങ് ദ ലോർഡ് ആൻഡ് ഓൾസോ
നമ്മുടെ മാത്രം ഉള്ള ചിന്തയിൽ നമ്മൾ ഒതുങ്ങിപ്പോവാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വേണം ചെയ്യാൻ. ഈ ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വേദപഠനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.